കേരളം ആര് എടുക്കും എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ, ഉദ്വേഗങ്ങൾ, കണക്കുകൂട്ടലുകൾ, പ്രവചനങ്ങൾ എന്നിവയുമായി സജീവമാണ് രാഷ്ട്രീയ കേരളത്തിൻ്റെ മനസ്സാകെ. ആദ്യത്തെ വോട്ടെടുപ്പ് പൂർത്തിയായി 6 മണിക്ക് ശേഷം UDFിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ആത്മവിശ്വാസത്തിൻ്റെ കൊടുമ്പിരി നാം കണ്ടു. 100 സീറ്റിൽ കൂടുതൽ നേടി വിജയം ഞങ്ങൾ തിരികെ എടുക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസ്താവിച്ചത്. അതിന് പിന്നാലെ UDFിൻ്റെ അണികൾ, അനുഭാവികൾ, സൈബർ സ്പേസിലുള്ള എല്ലാവരും 100 സീറ്റ് അല്ലെങ്കിൽ വലിയ വിജയം, ബ്രഹ്മാണ്ഡ വിജയം എന്ന ആവേശവുമായി നിറയുന്നത് കണ്ടു. 2 ദിവസം കഴിഞ്ഞാണ് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടത്. 90 സീറ്റിൽ വിജയം ഉറപ്പിക്കും എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത്. ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഭാഗത്തു നിന്നുള്ള ആവേശത്തിൻ്റെ മുഴക്കം ഒന്ന് കുറഞ്ഞോ? അപ്പുറത്തും ഇപ്പുറത്തും ഒരുപോലെ വിജയപ്രതീക്ഷ എന്ന സാധ്യത ഇത്തവണയുണ്ടോ? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിൻ്റെ തുടർച്ചയാണോ LDFിനെ കാത്തിരിക്കുന്നത്? അതോ 3 മാസം കൊണ്ട് ആ പരാജയത്തിലെ പ്രശ്നങ്ങൾ മറികടക്കാൻ CPMന് LDFിന് കഴിഞ്ഞോ? സത്യത്തിൽ മെയ് 4-ന് നാം കാത്തിരിക്കുന്നത് ആരും ജയിക്കാം എന്ന ഉദ്വേഗത്തോടെയാണോ? അതോ കേരളത്തിൻ്റെ ഒരു മൂഡ് ഭരണമാറ്റം എന്നതിലേക്ക് എത്തിയിട്ടുണ്ടോ? ആശങ്ക എത്രയുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ജിമ്മി, ഈ കോൺഗ്രസും UDFും പ്രകടമാക്കുന്ന ഈ ആത്മവിശ്വാസമുണ്ടല്ലോ, ആ സംഗതി, അതായത് കഴിഞ്ഞ 9-ന് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയായി 6 മണിക്ക് ശേഷം അപ്രതീക്ഷിതമായ ഒരു ആവേശത്തിൻ്റെ, ഒരു വിജയാത്മവിശ്വാസത്തിൻ്റെ ഭയങ്കര മുഴക്കം കണ്ടു. അതിന് പ്രത്യേകമായ എന്തെങ്കിലും ഒരു ഫാക്ടർ, ഇന്ന കാരണങ്ങളെ ചൊല്ലി ഞങ്ങളിതാ വരാൻ പോകുന്നുവെന്ന് 6 മണിക്ക് ശേഷം മാത്രം പ്രകടമായ ഒന്ന് അങ്ങനെ ഉണ്ടോ? ഉണ്ടായിരുന്നോ? അല്ല, ഇന്ന് ഈ വിഷയത്തിലൊരു നമുക്ക് അങ്ങനെയാണോ അങ്ങനെ അല്ലോ എന്ന് സംശയത്തിൻ്റെ കാരണം എന്താ? CPMൻ്റെ അതാത് ജില്ലാ കമ്മിറ്റികൾ കണക്കുകൾ ക്രോഡീകരിച്ച് അങ്ങ് മുകളിലേക്ക് എത്തി LDFിന് CPMൻ്റെ സംസ്ഥാന നേതൃത്വം ഒരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നു. അതാണ് ഈ അടിസ്ഥാനത്തിൻ്റെ കാരണം. ഓരോ ജില്ലയിലെയും കൃത്യമായ കണക്കുകൾ, ഇത്ര വോട്ട്, ഇന്ന ജയം, ഇന്നടത്തൊക്കെ പരാജയം എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ വ്യക്തമായ കാര്യങ്ങൾ പുറത്തു വന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസിന് നമുക്കറിയാവുന്ന പോലെ അങ്ങനെ കണക്കൊന്നുമില്ല. ആ കണക്കൊക്കെ പലപ്പോഴും ഒരു ആവേശത്തിൻ്റെ പുറത്ത് വരുന്ന കണക്കുകളാണ്. അത് കോൺഗ്രസ്സുകാർ പോലും വില കൽപ്പിക്കാത്ത ഒരു സാഹചര്യം എല്ലാ കാലത്തും ഉണ്ട്. CPMൻ്റെ കണക്കുകൾ അങ്ങനല്ല. CPMൻ്റെ കണക്കുകൾ തെറ്റിപ്പോകുന്നതും വാർത്തയാണ്. ശരിയാകുന്നതാണ് പണ്ടത്തെ രീതിയെങ്കിൽ പിന്നീട് പലപ്പോഴും തെറ്റിയിരുന്നു. അപ്പോഴും CPM എത്ര കണക്ക് കൂട്ടുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം താഴെത്തട്ടിൽ ബൂത്ത് തലം മുതലുള്ള ഈ ലിസ്റ്റ് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഉറപ്പുള്ള വോട്ടുകൾ, ഉറപ്പില്ലാത്ത വോട്ടുകൾ 3 ഘട്ടമായി തന്നെ വന്ന് അവസാനം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എത്ര വോട്ട് നമുക്ക്, എത്ര വോട്ട് മറ്റുള്ളവർക്ക് എന്നതിനെ വളരെ കൃത്യമായി വിശകലനം ചെയ്യുന്ന ഒരു സംഘടനാ സംവിധാനം അവർക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ CPM 90 സീറ്റ് എന്ന് പറയുന്നു. അപ്പോൾ അതിനകത്തൊരു കാര്യമില്ലേ? അപ്പോൾ കോൺഗ്രസിൻ്റെ കണക്കെവിടെ എന്ന ചോദ്യമാണ് ഈ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റാവുന അടക്കമുള്ളവർക്ക് തോന്നുന്നത്. അതങ്ങനെയാണ്. പക്ഷേ അതല്ലല്ലോ യാഥാർത്ഥ്യം. പുറത്തുള്ള ആളുകളും കണക്കെടുക്കുന്നുള്ളൂ. ഇപ്പോൾ 90 സീറ്റും CPM പുറത്ത് പറയുമ്പോൾ അത് 75 മുതൽ 82 വരെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് CPMൻ്റെ വിലയിരുത്തൽ, 75 സീറ്റ് വരെ. അതിനകത്ത് പല സീറ്റുകളിലും, ഉദാഹരണത്തിന് പല മന്ത്രിമാരുടെയും പേര് ഇതിനകത്തില്ല. ഇപ്പോൾ രാജീവ് തോൽക്കും എറണാകുളത്ത് എന്ന് പറയുന്നത് അവരുടെ ഏരിയ കമ്മിറ്റിയുടെ ഒരു വിലയിരുത്തലായി വരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ശക്തമായി അവർ ജയിക്കാൻ സാധ്യതയുള്ള കാസർഗോഡ് ഉദുമയിൽ 1500 വോട്ടിന് അവരുടെ സ്ഥാനാർത്ഥി തോക്കും എന്നാണ് CPMൻ്റെ കണക്ക്. പല മന്ത്രിമാരും തോക്കും എന്നാണ് കണക്ക്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും അധികാരത്തിലെത്താനൊരു സാധ്യത ഞങ്ങൾക്കുണ്ട്. അത് 75 മുതൽ 82 വരെ എന്നുള്ളതാണ് ഇന്റേണൽ കണക്ക്. പുറത്ത് പറയുന്നത് 90 അതെന്തോ ആട്ടെ. അപ്പോൾ അപ്പോൾ കുറച്ച് റിയലിസ്റ്റിക് അല്ലേ എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികം ആലോചിക്കുക. ഞാൻ കരുതുന്നത് അങ്ങനെയല്ല. ട്രെൻഡ് UDFിന് വളരെ അനുകൂലമാണ്. അനുകൂലമായ സാഹചര്യത്തിൽ വടക്കൻ കേരളത്തിൽ വളരെ വലിയൊരു UDF അനുകൂല വേവ്, ന്യൂനപക്ഷ കൺസോളിഡേഷൻ്റെ പശ്ചാത്തലത്തിൽ, അതുപോലെ തന്നെ മധ്യ കേരളത്തിൽ, വടക്കൻ കേരളത്തിന് അത്രയില്ലെങ്കിലും കുറച്ചുകൂടെ സജീവമായിട്ടുള്ളത്. പിന്നെ ഇനി താഴേക്കെത്തിയാൽ CPMൻ്റെ കേന്ദ്രങ്ങളിൽ BJP കടന്നു കയറുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ, ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ UDFിന് ശക്തമായ ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. അത് CPMൻ്റെ കണക്ക് വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും സംശയിച്ചത് സത്യമാകുന്ന രീതിയിൽ, ഇപ്പോൾ മഞ്ചേശ്വരത്തിൻ്റെ കാര്യത്തിൽ മഞ്ചേശ്വരം തോക്കും എന്ന് BJP തോക്കും എന്ന് തന്നെയാണ് CPMൻ്റെ വിലയിരുത്തൽ. നമ്മൾ അങ്ങനെയൊക്കെ തന്നെ വിലയിരുത്തിയിരുന്നത്. ഉദുമയുടെ കാര്യത്തിൽ സംശയമുണ്ട്, അത് അങ്ങനെ തന്നെ വരുന്നു. മഞ്ചേശ്വരത്ത് 4 സീറ്റ് LDFിന് നഷ്ടപ്പെടും, UDF 4 സീറ്റ് ജയിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഈവൻ തൃക്കരിപ്പൂർ പോലും ടൈറ്റ് ആണെന്ന് CPM വിലയിരുത്തുന്നു. തൃക്കരിപ്പൂരിൽ വളരെ ശക്തമായ മത്സരം നടക്കുന്നു എന്നുള്ളതാണ്. 5-ൽ 1 കുറയും എന്നുള്ളതാണ്. അതിൽ കഴിഞ്ഞ തവണ 25,000 വോട്ടിന് മറ്റോ ജയിച്ച സ്ഥലമാണ്. അത് 5,000-ത്തിനടുത്തേക്ക് കുറയും എന്നുള്ളതാണ്. അപ്പോൾ CPM ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ കാസർഗോഡുള്ള ആളോട് സംസാരിക്കുമ്പോൾ, CPM ആളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കൊടുക്കുന്ന ഒരു കണക്കാണ്.
പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൈപൊള്ളിയതാണ്, വളരെ മോശമായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അവിടുത്തെ CPM കണക്ക്. അതുകൊണ്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഞങ്ങൾ അവതരിപ്പിച്ച കണക്കാണ്. അതുകൊണ്ടാണ് 1500 വോട്ടിന് ഉദുമ തോക്കും എന്ന് പറഞ്ഞതെന്നാണ് CPM ചില ആളുകൾ പറയുന്നത്. പക്ഷേ സത്യത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ വളരെ റിയലിസ്റ്റിക്കാണ്. CPM എല്ലായിടത്തും എല്ലാവരും വളരെ റിയലിസ്റ്റിക് ആണ് എന്ന് പറയുമ്പോൾ 75 ശരിയല്ല എന്നുള്ളതാണല്ലോ വിഷയം. ഞാൻ വീണ്ടും എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. കോൺഗ്രസിന് വളരെ കാര്യമായ അടിത്തറ ഉണ്ട് എന്ന് ഫലത്തിൽ സമ്മതിക്കുന്നതാണ് CPM ഈ പറയുന്ന 75 മുതൽ 82 വരെ എന്നുള്ള കണക്ക്, അകത്തുള്ള അനൗദ്യോഗിക കണക്ക്. അതുപോലെ തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നമ്മൾ കണ്ടെത്തിയ, അതായത് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പലരും കണ്ടെത്തിയ പല കാര്യങ്ങളും CPM വിലയിരുത്തലിലും ഉണ്ട്. ഇനി ബാക്കിയുള്ള എന്തുകൊണ്ടാണ് CPM ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നത്? ചില സീറ്റുകൾ CPM ജയിക്കുമെന്ന് പറയുന്ന പല സീറ്റുകളുടെയും കാര്യത്തിൽ കാസർഗോഡ് 2 സീറ്റ് ജയിക്കും എന്ന് പറയുന്നു, ഇല്ല 1 സീറ്റ് ജയിക്കുമെന്ന് തോന്നുന്നതിന് എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട്. എറണാകുളം ജില്ലയിൽ വന്നാൽ 11 സീറ്റിന് മുകളിലേക്ക് വരും എന്നാണ് ഞാൻ കരുതുന്നത്. തൃശ്ശൂരിൽ കാര്യമായ മേൽക്കൈ LDF തന്നെയായിരിക്കും, പക്ഷേ UDF നില മെച്ചപ്പെടുത്തും. എറണാകുളം, അതുപോലെ തന്നെ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ മേഖലയിൽ വളരെ ശക്തമായ മുന്നോട്ടുള്ള വരവ് UDF ഭാഗത്തുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചുരുക്കത്തിൽ UDF ആവശ്യം നടന്നിട്ടില്ല, കുറച്ചുകൂടെ വസ്തുനിഷ്ഠമായ കണക്ക് CPM ഭാഗത്തുനിന്ന് വരുമ്പോൾ അതല്ലേ ശരി എന്ന ഒരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. ശരി, അല്ല പ്രമോദ് സാറിനകത്ത് ഒരു ചോദ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ CPM ഈ സമീപകാലത്തൊക്കെ പുറത്തുവിടുന്ന കണക്കുകളുടെ ആധികാരികത പ്രശ്നമുണ്ട്. ഇപ്പം നമുക്ക് പഴയ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ നേരിട്ട് നേതൃത്വം കൊടുത്ത തെരഞ്ഞെടുപ്പാണ്, അതിൽ ജയിക്കുമെന്നായിരുന്നു കണക്ക്, പക്ഷേ തോറ്റുപോയി. അതിനുശേഷം ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്താൽ കഴിഞ്ഞ ലോക്കൽ ബോഡിയിൽ പോലും നാടാകെ എടുത്തു തരംഗം എന്ന ഒരു കാർഡടിച്ചു, വിജയിക്കാൻ പോകുന്നത് സംഭവിച്ചില്ല. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ 10-12 സീറ്റ് നേടിയേക്കാവുന്ന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി, എല്ലാം മറിച്ചാണ് സംഭവിച്ചത്. അതുകൊണ്ട് CPM കണക്ക് എന്ന് പറയുന്ന സംഗതി ഇപ്പം ഇന്റേണലി അവർക്ക് കിട്ടുന്ന കണക്ക് എന്താണെന്ന് അറിയില്ല, പുറത്ത് നമ്മൾ കേട്ടതെല്ലാം പാളിയതാണ്. സമീപകാലത്തിൽ ഒരു 50% എബോവ് കണ്ടത്. അതുകൊണ്ട് CPM ഈ പുറത്തുവിടുന്ന കണക്ക് എന്ന് പറയുന്ന സംഗതിയുടെ ആധികാരികത ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നിൽക്കുന്നുണ്ടോ ഇപ്പോഴും? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇപ്പോൾ ജിമ്മി പറഞ്ഞ പോലെ അവർ താഴെത്തട്ടിലേക്ക് മണ്ഡല കമ്മിറ്റികൾക്ക് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കണക്ക് അതുകൊണ്ട് തന്നെ മതി എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ചിന്തിച്ചിട്ട് ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുപോലും എത്ര കണ്ട് റിയലിസ്റ്റിക് ആണ്, ഇവർ റിയാലിറ്റിയുമായിട്ട് എത്ര കണ്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതായിരിക്കും ഇപ്പോൾ വരാൻ പോകുന്ന ഫലം എന്നാണ് കാണേണ്ടത്. അപ്പോൾ അതേസമയം മറുപക്ഷത്ത് നമ്മൾ നോക്കിയാലോ, ഇപ്പോൾ റാവു പറഞ്ഞതിൻ്റെ മറുപക്ഷം മുഴുവൻ എങ്ങനെയായിരുന്നു? VD സതീശൻ ഒരു കണക്ക് പറയുന്നുണ്ട് അല്ലേ, അത് ശരിയാവുന്നുമുണ്ട്. അങ്ങനെ ഒരു കാര്യം നമ്മൾ കാണാതിരുന്നുകൂടാ. അത് ഇപ്പോൾ പിന്നെ കോൺഗ്രസിന് സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും കണക്കുണ്ടോ, അവർക്ക് അങ്ങനെ കണക്ക് കൂട്ടാനുള്ള മെക്കാനിസം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ ഏതാണ്ട് പ്രവചിച്ചതിന് സമാനമായിട്ടുള്ള റിസൾട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നിലമ്പൂർ, ഏറ്റവും പ്രധാനമായിട്ട് കണ്ടത് നിലമ്പൂരാണ്. നിലമ്പൂർ ശരി, അത് അവർ ഒരു മണ്ഡലമാണ്, UDF നല്ല സാധ്യതയുള്ള മണ്ഡലം തന്നെയായിരുന്നെങ്കിലും സ്വരാജ് അവിടെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ചിത്രം മാറുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കാമെന്നുള്ള നിലയിലേക്ക് വന്നപ്പോഴും ഉറച്ചു പറഞ്ഞ ഒരാൾ VD സതീശനാണ്. അതുകൊണ്ട് ഇലക്ഷനിയറിംഗിൽ അയാൾക്കുള്ള ആ തന്ത്രജ്ഞത അയാൾ ഉപയോഗിക്കുന്നുണ്ട് കാര്യമായിട്ട് ഇതിലൊരു നിഗമനം നടത്തുന്നതിൽ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ല, അപ്പോൾ സംബന്ധിക്കട്ടെ, VD സതീശൻ ഇനിയിപ്പം VD സതീശൻ്റെ കണക്കൂട്ടലിൽ തോക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്കെന്ന് ഇരുത്തിക്കട്ടെ, അങ്ങനെ പറയുമോ VD സതീശൻ? അല്ല, അത് പറയുമെന്നുള്ളത് ഒരുപക്ഷെ അതിന് ഇത്ര ആത്മവിശ്വാസത്തോടെ അപ്പം സംസാരിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ വനവാസം ചേർക്കുന്നതുകൊണ്ട് കോൺഫിഡൻസ് കുറച്ച് ഉള്ളതെന്ന് തോന്നുന്നല്ലേ? ഇല്ലെങ്കിൽ വനവാസത്തിന്റെ കാര്യം നമ്മളിങ്ങനെ വീണ്ടും പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വനവാസം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കമ്മിറ്റ്മെന്റിന്റെ ഒരു പ്രകടനമായിട്ട് നമ്മൾ കാണുന്നതാണ് നല്ലത്. സ്ട്രാറ്റജിയും ആയിരിക്കാം, ഞാനങ്ങനെയാണ് കാണുന്നത്. നമുക്ക് റിനൻസിയേഷന്റെ ഒരു പാരമ്പര്യമുള്ള അല്ല, എനിക്ക് വേറൊരു തിയറി ഉണ്ട്. അത് സ്ട്രാറ്റജി ഒന്നുമല്ല. ഈ വിജയം 100 അടിച്ചാൽ അല്ലെങ്കിൽ 1 വിജയം നേടിയാൽ ഞാൻ അല്ല, അത് ആയിക്കോട്ടെ, അതിനുള്ള അർഹത. പക്ഷെ ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, ജിമ്മി, ജയിച്ചാൽ എല്ലാവരുടെയും ജയം, തോറ്റാൽ എന്റെ മാത്രം ഉത്തരവാദിത്തം. അങ്ങനെ സൈക്കോളജിക്കൽ അത് കോയിൻ ചെയ്യുന്നുണ്ട് ഇല്ലേ? അത് അങ്ങനെ പറയാൻ വേറെ ലീഡർക്ക് ധൈര്യം ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ച് ഞാൻ മാത്രമാണത് പറയാനും മുന്നിൽ നിൽക്കാൻ ധൈര്യമുള്ള ലീഡർ സ്ഥാപിക്കാൻ അത് അദ്ദേഹത്തിനെ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് അത് പറഞ്ഞുകൂടാ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, അത് അദ്ദേഹം പറയാൻ തയ്യാറാവുന്നു, അത് അദ്ദേഹം പ്രവർത്തിച്ചു കാണിച്ചു. വേറൊരു കാര്യം കൂടി അതിനകത്തുണ്ട്. അതായത് ഈ പാർട്ടിയെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാതിരുന്നവർ മാറിയിരിക്കണം, കൊണ്ടുവരുന്നവരാണ് അതിന്റെ അർഹർ. അത് എങ്ങനെയും വായിക്കാം അല്ലേ? വായനയെ ഞാൻ തള്ളിക്കളയുന്നില്ല. അവസരം കിട്ടിയിട്ട് അതിന് പറ്റാത്തവർ ഏത് നിലയ്ക്കും വായിക്കാം. അദ്ദേഹം മാത്രമായിട്ട് എന്താ ഒരു പിന്നെ ഒരു സ്ട്രാറ്റജിക് മൈൻഡിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരാളാണോ? ഉണ്ടാവണം.
അതെ, കോൺഗ്രസ് പാർട്ടി ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവണം. പക്ഷെ ഞാൻ പറയുന്നത് ആ കണക്ക് കൂട്ടലുകളിൽ ഇപ്പോൾ സതീശൻ യാത്ര ചെയ്തതിൻ്റെ കാര്യം പറയും. പിന്നെ യാത്ര ചെയ്ത് മറ്റുള്ളവർ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് അയാൾ കാണുന്ന ഒരു ഉൾക്കാഴ്ചയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് ഫലത്തിൽ ഇപ്പോൾ 100 സീറ്റോ 100-ന് മേലെയുള്ള സീറ്റോ ആയി ഭവിച്ചില്ലെങ്കിലും ഒരു 85 സീറ്റ് വരെയൊക്കെ അത് ഫലിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് തന്നെയാണ്. അജിംസേ, ഇപ്പോൾ ഉദുമയിൽ ഭയങ്കര ടൈറ്റാണ്. 1500 വോട്ടിനോ 1000 വോട്ടിനോ ജയിച്ചേക്കാമെന്ന് പറയുന്നു. അല്ലെങ്കിൽ തൃക്കരിപ്പൂരിൽ നമ്മൾ ഇപ്പോൾ സന്ദീപ് വാര്യർ പോയി മത്സരിച്ച് CPM-ന്റെ ഉരുക്കുകോട്ട എന്ന് വിളിക്കപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾ ടൈറ്റ് ഫൈറ്റിനെ അഭിമുഖീകരിക്കുന്നു പറയുന്നു. വേറെ പല സ്ഥലത്തും നമ്മൾ പ്രയാസപ്പെടുകയാണ്. മന്ത്രിമാർ പോലും വലിയ സ്ട്രഗിൾ അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീഴാൻ പോവുകയാണെന്നല്ലേ? അതായത് മന്ത്രിമാർ ചിലപ്പോൾ തോറ്റേക്കാം, അല്ലെങ്കിൽ തൃക്കരിപ്പൂരിൽ തോറ്റേക്കാം, ഉദുമയിൽ തോറ്റേക്കാം, എന്നിട്ട് പിന്നെ വേറെ അവിടെ ജയിക്കാനാണെന്ന് ചോദ്യമുണ്ടല്ലോ. അങ്ങനെയല്ല. ഈ CPM-ന്റെ കണക്കുകൾ തെറ്റാൻ തുടങ്ങി ഇപ്പോഴൊന്നുമല്ല. 2009 ലോക്സഭാ ഇലക്ഷൻ മുതൽ തെറ്റാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ എസ് സുദേവൻ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആൾ കഴിഞ്ഞ സമ്മേളനകാലത്ത് കൊല്ലം ജില്ലയിൽ മാത്രം, കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം 2009 മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ കണക്ക് തെറ്റിയതിൻ്റെ കഥ അദ്ദേഹം ജില്ലാ സമ്മേളനത്തിൽ പ്രവർത്തക റിപ്പോർട്ടിൽ അവതരിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങളിൽ ഉയർന്ന ഒരു പ്രശ്നം, പാർട്ടിയുടെ പഴയ ജനകീയ ബന്ധം ഇപ്പോൾ ഇല്ല. അപ്പോൾ പാർട്ടിക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു പോളിംഗ് ബൂത്തിൽ ഒരാൾ വോട്ട് ചെയ്യാൻ വരികയാണ്, നമ്മുടെ വോട്ടറാണ് എന്ന് പാർട്ടിയുടെ ബൂത്ത് ഏജന്റിന് തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം വോട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ള അയാൾക്ക് മനസ്സിലാവും. ആ ഒരു കണക്ഷൻ പാർട്ടിക്ക് ഇപ്പോൾ ഇല്ല എന്നുള്ള പാർട്ടി സ്വയം വിമർശനപരമായിട്ട് വിലയിരുത്തുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം എത്രയോ ദുർബലമാണ്, നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. ഇക്കുറി എന്ന് പറയാൻ കാരണം കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം നമ്മൾ പലവട്ടം ചൂണ്ടിക്കാട്ടപ്പെട്ടുള്ളതും ഡിസ്കസ് ചെയ്യപ്പെട്ടുള്ള ഒരു സർവാംഗീകൃത സത്യവുമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഞാൻ ഒരു സ്പെസിഫിക്കായിട്ട് ഉദാഹരണം പറയാം. എൻ്റെ വാർഡിൽ അത് കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് CPM ജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ്. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് വാർഡായിരുന്നു. പിന്നീട് പിടിച്ചെടുത്താണ് BJP ഗണ്യമായ വോട്ടുള്ള ഒരു വാർഡാണ്. അപ്പോൾ അവിടെ ഒരു ജനറൽ സീറ്റിൽ, വനിതാ ജനറൽ സീറ്റാണ്, അവിടെ ഒരു SC വനിതാ ജനറൽ സീറ്റിൽ UDF മത്സരിപ്പിക്കുകയാണ് കോൺഗ്രസ്സുകാരിയായിട്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ വിജയപ്രതീക്ഷ? ഇത്രയും ബോൾഡായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ. ഇത് ബോൾഡായിട്ടുള്ള ഡിസിഷൻ മാത്രമല്ല, ഇത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷനാണ്. ഒന്ന്, പക്ഷേ ജനറൽ എന്ന് കരുതപ്പെടുന്ന വോട്ട് ബാങ്കിൽ കുറച്ചധികം പേർ ഇവർ SC ആണ് എന്ന് കരുതി വോട്ട് ചെയ്യാതിരുന്നാൽ മാത്രമേ ഇവർ തോക്കൂ, അല്ലെങ്കിൽ ഇവർ ജയിക്കുമെന്നായിരുന്നു അവരുടെ പ്രവചനം. പക്ഷെ അവർ തോറ്റുപോയി വെറും 42 വോട്ടിനാണ്. അപ്പോൾ അവർ വോട്ടെണ്ണുന്നുണ്ട്, അവർ കണക്ക് കൂട്ടുന്നുണ്ട്, അവർ ഇൻ്റലിജൻ്റ് ആയിട്ട് സ്ഥാനാർത്ഥീകരണം നടത്തുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഉദാഹരണമാണ് ഈ തവണ. എൻ്റെ മണ്ഡലം കോഴിക്കോട് നോർത്താണ്. കോഴിക്കോട് നോർത്ത് എത്രയോ കാലങ്ങളായി, 24 നൂറ്റാണ്ട് മുമ്പാണ് സുജനപാലം മറ്റേ ജയിച്ചതാണ് അവിടെ കോൺഗ്രസിൻ്റെ. ഇത്തവണ പക്ഷേ അവിടെ നല്ല മത്സരം ഉണ്ടായെന്ന് പറയുന്നു. ഞാനപ്പോൾ അത്ഭുതപ്പെട്ടു, എങ്ങനെ നല്ല മത്സരം ഉണ്ടായി? ഒന്ന്, കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്, ജയന്ത് ഒരു തരംഗം ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ അവിടുത്തെ കോൺഗ്രസ്സുകാരായിട്ട് സംസാരിക്കുന്നു, അവർ പഴയതുപോലെയല്ല, അവർ വോട്ട് എണ്ണുന്നുണ്ട്. അവരുടെ ദുർബലമായ സംഘടനാ സംവിധാനം വെച്ച് തന്നെ തങ്ങൾക്ക് എത്ര വോട്ട് കിട്ടും എന്നവർ എണ്ണുന്നുണ്ട്. അവരിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് ഇതാണ്: BJP അവിടെ കൂടുതൽ വോട്ട് പിടിച്ചാൽ UDF-ന് ജയസാധ്യതയുണ്ട്. അതായത് BJP-യുടെ വോട്ട് അവർ മുഴുവനായി സമാഹരിച്ചാൽ ഞങ്ങൾക്ക് ജയസാധ്യതയുണ്ട്. അതർവൈസ്, കാരണം തോട്ടത്തിൽ രവീന്ദ്രൻ എപ്പോഴും BJP-യിൽ നിന്നുള്ള കുറച്ച് വോട്ടുകൾ പോകാറുണ്ട്. പക്ഷേ BJP ഒരു സ്ട്രോങ് സ്ഥാനാർത്ഥി ആയിരുന്നു എങ്കിൽ UDF-ന് സാധ്യതയുണ്ട്. ഇപ്പോൾ നവ്യ ഹരിദാസ് സ്ട്രോങ് ആണ്, അവർ എത്ര വോട്ട് പിടിക്കുമോ എന്നുള്ള അനുസരിച്ചിരിക്കും അവിടെ ജയസാധ്യത എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വോട്ട് എണ്ണുന്ന പണി കോൺഗ്രസ് ചെയ്യുന്നുണ്ട്. അത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചെയ്യുന്നത് കൊണ്ടാണ് PD സതീശൻ ആത്മവിശ്വാസത്തോടെ ഇത് പറയുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം SIR പ്രോസസ്സാണ്. SIR പ്രോസസ്സിൽ എത്ര വോട്ട് ഡിലീറ്റായി, ആ വോട്ട് ഡിലീറ്റ് ആയ വോട്ട് ഏതൊക്കെയാണ്, ചേർത്തത് ആരുടെ വോട്ടാണ്. SIR പ്രോസസ്സിൽ വളരെ സജീവമായി UDF ഇടപെട്ടിട്ടുണ്ട്. LDF-നേക്കാൾ സജീവമായി UDF ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചേർക്കപ്പെട്ട വോട്ടുകൾ ഞങ്ങളുടേതാണ്, ഈ വോട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി പോൾ ചെയ്യുമെന്നുള്ള അവരുടെ ആത്മവിശ്വാസം കൊണ്ടാണ് അവർ ചില സീറ്റുകൾ ജയിക്കും. 1 ഡസനിലധികം മന്ത്രിമാർ തോൽക്കും. ചിലപ്പോൾ ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സതീശൻ പറയുന്നത് വെറുതെ പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വോട്ടെണ്ണാനുള്ള കഴിവുള്ളതുകൊണ്ടാണെന്നാണ് അതിൽ അജിംസെ ശ്രദ്ധിക്കേണ്ടത്. ഈ SIR കഴിഞ്ഞ ആ ലിസ്റ്റ് വന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു 2 ജില്ലകളിലാണ് വോട്ട് കൂടിയത്. അത് ഒന്ന് കാസർഗോഡ് ജില്ലയും മറ്റൊന്ന് മലപ്പുറമാണ്. അതായത് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വോട്ട് ചേർക്കുന്ന പ്രക്രിയ വളരെ സജീവമായി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള പശ്ചാത്തലം നമുക്കറിയാലോ. ആ ചേർത്ത വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ കുറയുകയുമാണ് ചെയ്തത്. സമ്പൂർണ്ണമായിട്ട് ആ തെക്കൻ ജില്ലകളിൽ വോട്ട് കുറയുകയാണ് ചെയ്തത്. അതാർക്ക് തിരിച്ചറിയാവുന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും. കൂടെ ചേർത്ത് ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സ് ഈ കാസർഗോഡോ മലപ്പുറമോ മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ SIR-ന്റെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് മുസ്ലിം വോട്ടുകൾ വളരെ കൃത്യമായി SIR-ൽ നിന്ന് ഒഴിവാക്കപ്പെടാതെ പോകാനുള്ള വളരെ
കോർഡിനേറ്റഡ് ആയിട്ടുള്ള നീക്കം നടന്നിട്ടുണ്ട്. അല്ല, അതുകൊണ്ടാണ് ഒരുപക്ഷെ പിന്നെ ഈ പറയുന്ന, അതായത് ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ UDF അനുകൂലമായി അത് മാറാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നത്. യെസ്, എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ആണ് നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ഉദാഹരണം. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വലിയ തോതിൽ അടി പതറുന്നതാണ് നാം കണ്ടത്. അവർ പോലും വിചാരിക്കാത്ത ഒരു തകർച്ച അവർക്കുണ്ടായി. അതിനുശേഷമുള്ള 3 മാസക്കാലം കൊണ്ട് ആ പ്രശ്നങ്ങൾ ഞങ്ങൾ വീഴ്ചകൾ മനസ്സിലാക്കി പരിഹരിക്കുമെന്നാണ് അന്ന് പ്രതികരിച്ച പിണറായി വിജയനും MV ഗോവിന്ദനും ജനങ്ങളോട്, മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ വീഴ്ച പരിഹരിക്കാൻ ആ 3 മാസം കൊണ്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ വീഴ്ച പരിഹരിച്ചു എന്ന പ്രതീതി ഉണ്ടാക്കാൻ അവരുടെ പ്രചാരണ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിനെ അടിസ്ഥാനപ്പെടുത്തി കൂടിയിരിക്കും അവരുടെ വിജയപ്രതീക്ഷ. മറിച്ചാണെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് മാറാനുള്ള സമയമോ സാധ്യതയോ ഒന്നും നാം കാണുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പിന്നെയും ചില ഘടകങ്ങളുണ്ട്. ഇത് നമ്മൾ പറയുന്നത് പോലെ ഈ സാമൂഹിക കാലുഷ്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഇക്വേഷൻസിലുണ്ടായിട്ടുള്ള മാറ്റം, സാമുദായിക സൗഹാർദ്ദം പോലെയുള്ള പ്രശ്നങ്ങളാണ് ഈ തരത്തിൽ ഏറ്റവും ഉയർന്നു കേൾക്കപ്പെട്ടതെന്ന്. ഒരു പക്ഷേ LDF സർക്കാരിനെ കുറിച്ച് ഏറ്റവും ഉയർന്നു കേൾക്കപ്പെട്ട വിമർശനം സാഹോദര്യം സംരക്ഷിക്കുന്നതിൽ, ഇടതുപക്ഷം എന്ന അടിസ്ഥാന ആശയത്തിൽ നിൽക്കുന്നതിൽ അതിന് പാളിച്ച പറ്റിയെന്നുള്ളതാണ്. ആ വിമർശനം എന്താണോ, ആ വിമർശനത്തിനകത്ത് നിന്നുകൊണ്ട് LDF ഭരണ തുടർച്ച ഉണ്ടാക്കുമോ എന്ന ചോദ്യം അവിടെയുണ്ട്. എന്ന് വെച്ചാൽ ആ വിമർശനം തന്നെ അവർ കൈവിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞ മൂല്യങ്ങൾ തന്നെ അവരെ വിജയിപ്പിക്കുന്നതായി ഒന്ന് മാറുമോ? BJPയുടെ അല്ലെങ്കിൽ പ്രോ BJP ഓർ BJP സിമ്പതൈസേഴ്സ് ഈ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നുള്ളതും ഒരുപക്ഷെ അപ്രതീക്ഷിതമായി പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറായി മാറിയേക്കാമെന്നതും കാണാതിരുന്നുകൂടാ. നമ്മൾ രണ്ടാമത് സംസാരിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. A+ മണ്ഡലങ്ങളിൽ BJP സാധാരണയിൽ കൂടുതൽ വിജയമുണ്ടാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇത്തവണ അവർക്ക് കാട്ടാക്കടയിൽ വിജയിക്കാം, നേമത്ത് വിജയിക്കാം, കഴക്കൂട്ടത്ത് വിജയിക്കാം, മഞ്ചേശ്വരത്ത് വിജയിക്കാം, പാലക്കാട് വിജയിക്കാം എന്നെല്ലാം അവർ ശരിയാവണ്ണം തന്നെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം പല മണ്ഡലങ്ങളിലും ഇല്ല എന്നാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം കണക്ക് കൂട്ടുന്നത്. കഴക്കൂട്ടത്തോ അല്ലെങ്കിൽ നേമത്തോ ജയിക്കാം, മഞ്ചേശ്വരത്ത് ജയിക്കാം, അതിനപ്പുറം പാലക്കാട് സാധ്യതയില്ല, അല്ലെങ്കിൽ കാട്ടാക്കടയിൽ സാധ്യതയില്ല. മറ്റേ ചാത്തന്നൂർ പോലുള്ള മണ്ഡലങ്ങളുടെയൊക്കെ പേര് നാം കേട്ടിരുന്നു. അവിടെയൊന്നും സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ പാർട്ടി കണക്ക് കൂട്ടുന്നത്. അപ്പോൾ സത്യത്തിൽ BJP വളരെ റിയലിസ്റ്റിക്കായി വിചാരിച്ചിരുന്ന മണ്ഡലങ്ങളിൽ പറ്റിയ പാളിച്ചയ്ക്കുള്ള കാരണം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മളിനി അടുത്തത്. അജിംസ്, എന്താ തോന്നുന്നത്? BJPക്ക് ഈ പറയുന്ന കാട്ടാക്കടയിലും കഴക്കൂട്ടത്തും നേമത്തും പാലക്കാടുമെല്ലാം പ്രതീക്ഷയുള്ള, ഇതിൽ നിന്ന് ഈ കിട്ടുന്ന 6 മണ്ഡലങ്ങളിൽ നിന്ന് 4 എന്നൊക്കെയായിരുന്നു ഏറ്റവും അവസാനം അവർ പറഞ്ഞത്. അതിപ്പോൾ കുറേയാണ്. ഈ പ്രതീക്ഷ ആരെവിടെ പങ്കുവച്ചതാണ്? അത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞാണ് ഞങ്ങൾ ഇത്ര സ്ഥലത്ത് ജയിക്കുമെന്നുള്ളത്. അല്ലാതെ അവിടെയൊക്കെ ജയിക്കുമെന്ന് ആരെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടോ? ഇതിനു മുമ്പ് അങ്ങനെ 2021 വിലയിരുത്തലുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ആകെ BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളൊന്നും മഞ്ചേശ്വരവും പാലക്കാടും നേമവുമാണ്. 3 മണ്ഡലങ്ങളിലാണ് അവർക്ക് ഫൈറ്റ് കൊടുക്കാൻ കഴിയുന്നത്. ഈ 2ാം സ്ഥാനത്ത് വരുന്ന മണ്ഡലങ്ങളൊക്കെ ഉണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് നേടുന്ന മണ്ഡലങ്ങളുണ്ടാവും. പക്ഷേ അതല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സ്ഥിതി. അതിന് കാരണം നമ്മൾ പലവട്ടോട് വിശകലനം ചെയ്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടുന്ന വോട്ട് മോദിക്ക് കിട്ടുന്ന വോട്ടാണ്. രാജീവ് ചന്ദ്രശേഖരനോ കെ സുരേന്ദ്രനോ V മുരളീധരനോ കിട്ടുന്ന വോട്ട് ആ സമയത്ത് കിട്ടില്ല. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആ വോട്ട് കിട്ടില്ല. അത് 2021 തെളിഞ്ഞതാണ്. 2016 ഏറ്റവും കൂടുതൽ പോൾ പെർസെൻറ്റേജ് ഉണ്ടായത്. അത് നേരെ കുത്തനെ ഇടിയാണ് 2021 ചെയ്തത്. ഇപ്പോൾ മറ്റൊരു തിരിച്ചടി കൂടി BJPക്ക് ലഭിച്ചത് SIR ആണ്. SIRൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയിലേതാണ്. അതിൽ പറയുന്ന നേമം മുതൽ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട തുടങ്ങിയ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് ഗണ്യമായ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ വോട്ട് ചേർത്തത് അതിനുശേഷം ഇപ്പോൾ SIR പ്രോസസ്സ് കഴിഞ്ഞ് മാർച്ച് 24 വരെയുള്ള സമയത്ത് പുതിയ വോട്ടുകൾ ചേർക്കാനും സമയമുണ്ടായിരുന്നു. അതിൽ BJP എത്ര വോട്ട് ചേർത്തു? BJP ആണോ വോട്ട് ചേർത്തത്? UDF ആണോ LDF ആണോ എന്നുള്ളത് ഇതിൽ വളരെ നിർണായകമാണ്. നിയമത്തല്ലേ തിരിച്ച് വോട്ടുകൾ വന്നതിൽ ഏറ്റവും കൂടുതലായി കാണും. അങ്ങനെയും പറയപ്പെടുന്നു. പക്ഷേ അത് ഇനിയും വെരിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. ഫെബ്രുവരി മുതൽ മാർച്ച് 24 വരെ വോട്ട് ചേർത്തതിൽ തിരുവനന്തപുരം ജില്ലയിൽ ഗണ്യമായ വർധനമുണ്ടെന്ന് പറയുന്നു. അത് ആരാണ് ചേർത്തത്? UDF ആണോ ചേർത്തത്? അതല്ല BJP ആണോ ചേർത്തത് എന്നുള്ളത് ഈ ഇലക്ഷനിൽ വളരെ നിർണായകമാണ്. ഇപ്പോൾ ചില വിശകലനങ്ങളിൽ പറയുന്നത് നേമത്ത് ഒരു പക്ഷേ UDF 1 or 2 സ്ഥാനത്ത് വന്നേക്കാം. UDF പറ്റി അതും കെ ശബരിനാഥൻ മത്സരിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു വൈൽഡ് ഇമാജിനേഷൻ പോലും ആർക്കുമില്ല. കെ മുരളീധരൻ അവിടെ നിന്നപ്പോഴാണ് കൂടുതൽ വോട്ട് നേടിയത്. പക്ഷേ അവർ പറയുന്നൊരു കാരണം ഇതാണ്. SIR പ്രോസസ്സിൽ ധാരാളം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട്. അത് BJP അനുകൂല വോട്ടുകളോ അല്ലെങ്കിൽ വ്യാജ വോട്ടുകളോ ഒക്കെ ആയിരിക്കാം. അതേസമയം SIR പ്രോസസ്സിൽ വോട്ട് ചേർക്കപ്പെട്ടിട്ടുള്ളത് UDFനാലാണ്. UDF കൂടുതൽ വോട്ട് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ 2021 മുന്നേറ്റം ഒരുപക്ഷേ ശബരിനാഥൻ ഉണ്ടാക്കിയാൽ അത്ഭുതപ്പെടാനില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഈ SIR പ്രോസസ്സ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നിർണായകമാണ്. 1. 2, BJP
വ്യാജമായ പെരുപ്പിച്ച് കാട്ടിയ വിജയപ്രതീക്ഷ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടി രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാവും. കാരണം രാജീവ് ചന്ദ്രശേഖർ കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റായിട്ടാണ് ഇതുവരെ നമ്മുടെ അനുഭവം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തണമോ വേണ്ടയോ എന്നായിരുന്നു ചർച്ച. അത് എന്തിനാണ് ഞങ്ങൾ അതിൽ പോകുന്നത്? ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്യുകയാണ്. അത് കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള നിലപാടാണ്. പക്ഷേ ഇവിടെ അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ഞങ്ങൾ 10 സീറ്റിൽ ജയിക്കും എന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞു കേൾക്കുന്നതാണ്. രാജീവ് ചന്ദ്രശേഖരൻ ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായതുപോലെ ഇതുവരെ കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള സമീപനമാണ് എടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, ജയിക്കാൻ സാധ്യതയുള്ള 2ാം സ്ഥാനത്തെത്താൻ സാധ്യതയുള്ള സീറ്റുകൾ ഘടകകക്ഷിയിൽ കൈമാറി താമരയ്ക്ക് പകരം ചക്ക ചിഹ്നത്തിൽ മത്സരിച്ചതൊക്കെ എന്ത് സ്ട്രാറ്റജിയാണ്? അത് കേന്ദ്ര നേതൃത്വത്തിന് അനുമതിയോടെയാണോ എന്നുള്ളതൊക്കെ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൊമോ സാർ എന്താണ് തോന്നുന്നത്? BJPയെ സംബന്ധിച്ച് അവർ ഇത്തവണ എന്തായാലും ഒരു 3 സീറ്റ് 4 സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നിഷാദ്, അതായത് ഇപ്പോൾ കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അവൈലബിൾ ആയിരുന്ന ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും പോകാവുന്ന ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് BJPയുടെ കൺവെൻഷനലായിട്ടുള്ള വോട്ടാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാനിപ്പോഴും അതിൽ നിൽക്കുകയാണ്. കാരണം വെച്ചാൽ അവർ ഈ ഫോക്കസ് ചെയ്യുന്ന A+ മണ്ഡലങ്ങൾ എന്ന് പറയുന്ന ഇടത്ത് അവർക്ക് വളരെ കടുത്ത മത്സരങ്ങൾ ആണ് നേരിടാനുള്ളത്. നമ്മൾ ഈ പറയുന്ന എല്ലാ മണ്ഡലങ്ങളിലും അതിൽ വിജയസാധ്യത എന്ന് പറയുന്നത് പലതിനെയും ആശ്രയിച്ചിരിക്കുകയാണ്. അല്ലാതെ അവരുടെ വോട്ടിനെ ആശ്രയിച്ചിട്ടുള്ള ഒരു വിന്നിങ് സാധ്യതയല്ല അവർ കാണുന്നത്. അവർക്ക് മാത്രമായി ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ധർമ്മടം അല്ലെങ്കിൽ മട്ടന്നൂർ അവരുടെ വോട്ട് കൊണ്ട് അവർ വിജയിച്ചു വരുന്നതാണ്. മറിച്ച് അവിടെ വിജയിക്കണമെങ്കിൽ അവിടെ മുസ്ലിം വോട്ട് ഭിന്നിക്കണം, മതേതര വോട്ടുകൾ ഭിന്നിക്കണം. മറ്റ് 2 സ്ഥാനാർത്ഥികളുടെയും സാന്നിധ്യം കൊണ്ട് മതേതര വോട്ടുകൾ ഭിന്നിച്ചാൽ മാത്രം നിയമത്ത് ഇവർക്ക് ജയിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതൊരിക്കലും ഒരു വിജയസാധ്യതയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതിനനുസരിച്ച് മറ്റ് 2 മുന്നണികളും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം അവർക്ക് അനുകൂലമായി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വിജയമില്ല. അത് നേമത്ത് വലിയ കടുത്ത വെല്ലുവിളിയാണ് BJPക്ക്. അവർക്ക് എന്തെങ്കിലും വിജയ സാധ്യതയുണ്ടെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു മണ്ഡലം എന്നുള്ളതിലാണ് ഞാൻ നേമത്തെക്കുറിച്ച് പറയുന്നത്. നേമത്ത് അവർ വിജയ സാധ്യതയുണ്ടെങ്കിൽ തന്നെ അത് വലിയ കടുത്ത മത്സരത്തിൽ നിൽക്കുകയാണ്. ചിലപ്പോഴൊരു ചെറിയ മെജോറിറ്റിക്ക് അവർ ജയിച്ചുകൂടായിക്കില്ല. കാരണം ശബരിനാഥ് എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആണ് അതിൽ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേസമയം പാലക്കാട് നോക്കൂ, പാലക്കാട് ഏറ്റവും കടുത്ത മത്സരം നടന്നതും ഏറ്റവും കൂടുതൽ BJP വോട്ട് പിടിച്ചതും എപ്പോഴാണ്? ഈ ശ്രീധരൻ മത്സരിച്ചപ്പോഴാണ്, അല്ലേ? 50,000-ൽ പരം വോട്ട് അവർക്ക് ലഭിക്കുന്ന അതൊരു വലിയ മുന്നേറ്റമായിരുന്നു. അപ്പോൾ കിട്ടാത്ത വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ വഴി കിട്ടുമെന്ന് വിചാരിക്കാനേ കഴിയില്ല അവിടുത്തെ സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. കാരണം ശ്രീധരനിൽ പരം ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ BJPക്ക് പുറമേയുള്ള വോട്ടുകൾ ആകർഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമല്ല ശോഭാ സുരേന്ദ്രൻ, നമുക്ക് ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് പാലക്കാടില്ല. മഞ്ചേശ്വരത്തെ നമ്മൾ മുമ്പൊക്കെ ചർച്ച ചെയ്ത വിഷയങ്ങൾ കാരണം തന്നെ മഞ്ചേശ്വരം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വോട്ട് ചേർത്തു എന്ന് പറയുന്ന വോട്ട് വന്നു എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ട് തന്നെയാണ് എന്നാണ് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അവിടെ നിന്ന്, അതായത് അതിർത്തിക്കപ്പുറത്ത് നിന്ന് BJPക്ക് വരാറുണ്ടായിരുന്ന വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ കട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, ഭംഗിയായി തന്നെ കട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ മഞ്ചേശ്വരത്തെ വിജയസാധ്യത ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മങ്ങിപ്പോയ ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ നമുക്ക് കണക്കാം. പിന്നെ എല്ലാവരും പറയുന്നത് കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ LDF സ്ഥാനാർത്ഥിക്കായിരുന്നു സ്വാഭാവികമായി വിജയം അവിടെ പ്രതീക്ഷിക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. അദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ വോട്ടുകൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വേണ്ടത്ര ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് BJP ഈ തെരഞ്ഞെടുപ്പിൽ അവരൊരു ഒരു ഭരണം നേടാൻ മത്സരിക്കുന്ന ഒരു പാർട്ടിയെ അല്ല, ആ മുന്നണിയും ഭരണം നേടാൻ വേണ്ടിയല്ല മത്സരിക്കുന്നത്. അവരുടെ വോട്ടുകൾക്ക് അവർക്ക് പലവിധ ഉപയോഗങ്ങളുണ്ട്. ആ ഉപയോഗങ്ങളിൽ ഒന്ന് ചിലപ്പോൾ ചില സീറ്റുകൾ വിജയിക്കുക എന്നുള്ളതായിരിക്കും. മറ്റൊന്ന് മറ്റ് സ്ഥാനാർത്ഥികളുടെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുക എന്നതായിരിക്കും. മൂന്നാമത്തത് അവർക്ക് തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ലാഭങ്ങൾ ഉണ്ടാക്കുക. അല്ലാതെ അതൊരു വളരെ കൺസോളിഡേറ്റഡ് ആയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വന്തം വരുതിയിൽ നിൽക്കുന്ന വോട്ടുകളായിട്ട് അവർക്ക് ക്ലെയിം ചെയ്യാൻ തന്നെ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, അങ്ങനെ ഇറോഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ജിമ്മി, ഇതിനകത്ത് ഇത്തവണ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനും കൂടി ശ്രദ്ധിക്കണമല്ലോ. UDF-നെ ഒരു മുസ്ലിം ഡോമിനേറ്റഡ് മുന്നണിയാക്കാൻ ഉള്ള അങ്ങനെ ടാർണിഷ് അല്ലെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാനുള്ള ശ്രമം വലിയ തോതിൽ CPM-ന്റെ ഭാഗത്ത് നടന്നു. അവസാന ഘട്ടമായപ്പോൾ CPM SDP-യുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്ന സംഗതി വന്നു. ഇതൊക്കെയും BJPക്ക് ഇതിന് രണ്ടിനും ബദലായി എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ BJPക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയ രൂപപ്പെട്ടു വന്നല്ലോ. അതിൻ്റെ ബെനിഫിറ്റ്സ് പോലും അവർക്ക് കിട്ടില്ലെന്നാണ് ഇതിൻ്റെ പ്രശ്നം. എന്ന് വെച്ചാൽ കേരളത്തിൽ 50% ന്യൂനപക്ഷങ്ങളുള്ള ഒരു സ്ഥലത്ത്, നേരത്തെ പ്രമോദ് പറഞ്ഞുകൊണ്ടും തുടങ്ങാണ്, ഈ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തെ അടർത്തിയെടുക്കാതെ കൈ കിട്ടില്ല. എന്തെങ്കിലും തരത്തിലുള്ള വിജയം, എവിടെയെങ്കിലും ഒരു വിജയം എന്നുള്ളൊരു പ്രശ്നമുണ്ട്.
അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ പിടിക്കാനൊരു ശ്രമം നടത്തിയത്. പാലായിൽ ഇത്തവണ ഷോൺ ജോർജ് മത്സരിക്കുമ്പോൾ മോദി അവിടെ റോഡ് ഷോ നടത്തുമെന്ന് ഒരു തീരുമാനിച്ച അവിടെ വലിയ കോൺസെൻട്രേറ്റ് വർക്ക് നടന്നൊരു സ്ഥലമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വളരെ കാര്യമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഫലത്തിൽ നമ്മൾ ഇലക്ഷൻ്റെ അവസാന ദിവസം ആകുമ്പോഴേക്കും മറ്റു പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂലവും പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നല്ല അകമഴിഞ്ഞുള്ള സഹായം കാരണവും BJPക്കാർക്ക് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യില്ല, മുസ്ലിങ്ങൾ പണ്ടേ വോട്ട് ചെയ്യില്ല. വീണ്ടും ശങ്കരൻ തെങ്ങിൽ തന്നെ വന്നിരിക്കുകയാണ് 50%. അപ്പോൾ BJP അത് കണക്കൂട്ടി തന്നെയാണ്. പാലാ അവിടെ കണക്കുണ്ടായിരുന്നില്ല. അവർ നോക്കിയ മണ്ഡലം നമുക്കറിയുന്നില്ല. പാലക്കാടുണ്ട്, മഞ്ചേശ്വരമുണ്ട്, അത് തിരുവനന്തപുരത്ത് നേമമുണ്ട്, അതുപോലെ തന്നെ കഴക്കൂട്ടമുണ്ട്, വട്ടിയൂർക്കാവുണ്ട്, കാട്ടാക്കടയുണ്ട്, പിന്നെ ചാത്തന്നൂരുണ്ട്. ഇത്രയും സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ഹിന്ദു വോട്ടുകളുടെ പശ്ചാത്തലത്തിൽ വേണം ജയിച്ചു വരാൻ. അവിടെ ഇപ്പം നോക്കൂ, നേമത്ത് എങ്ങനെയാണ് ആദ്യം രാജഗോപാൽ അക്കൗണ്ട് തുറക്കുന്നത്? കോൺഗ്രസിൻ്റെ വോട്ട് വീക്കായപ്പോഴാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥി വീക്കായപ്പോഴാണ് ജയിക്കുന്നത്. എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ഹിന്ദു വോട്ടുകളുടെ പ്രത്യേക സാഹചര്യത്തിൽ അപ്പർ കാസ്റ്റ് വോട്ടുകൾ കോൺഗ്രസ് പിടിച്ചില്ലെങ്കിൽ അത് BJPക്ക് കിട്ടുന്ന കുറേ മണ്ഡലങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു നേമം. അങ്ങനെയാണ് O രാജഗോപാൽ ജയിക്കുന്നത്. അടുത്ത തവണ ശക്തമായൊരു സ്ഥാനാർത്ഥി വന്നു, മുരളീധരൻ വന്നപ്പോൾ അത് അവിടെ LDF ജയിച്ചു. ഇത്തവണ നേമത്ത് അത് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണ് ഞാൻ പറയുകയാണ്. ഇത്തവണ നേമത്ത് എന്താ സ്ഥിതി? നേമത്ത് ഇതുപോലെ തന്നെ വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വരുന്നു. ശിവൻകുട്ടിക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് എന്താ പറയുക, കക്ഷി താല്പര്യങ്ങൾക്ക് അതീതമായി ചെറിയ മുസ്ലിം പാർട്ടികളെല്ലാം ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്യുന്നു. ഇത്രയും അനുകൂല സാഹചര്യങ്ങളുണ്ട്. പക്ഷേ കണക്ക് ആക്കാത്ത ഒരു വിഷയം ഭരണവിരുദ്ധ വികാരമാണ്. ആ വോട്ട് ഇത്തവണ LDFന് കിട്ടില്ല, അത് പോകും, അത് സ്പ്ലിറ്റായി പോകും. അവിടെയാണ് BJPക്ക് പിന്നെയും ഒരു സാധ്യത വരുന്ന ഒരു സ്ഥലം. ഇതേ ഇഷ്യൂ കഴക്കൂട്ടത്തുണ്ട്. അവസാനം ഇതിനകത്തൊരു വ്യത്യാസം, ഭയങ്കരമായി ശബരിനാഥ് വോട്ട് പിടിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനെ ഈ ഭരണവിരുദ്ധ വികാരത്തിലെ സ്പ്ലിറ്റാകുന്ന വോട്ടുകളൊക്കെ കവർ ചെയ്ത് കുറച്ചുകൂടെ പിടിക്കുകയും ശബരിനാഥ് ജയിക്കില്ല. പക്ഷേ BJPയുടെ വോട്ടുകൾ കാര്യമായി കവർന്നാൽ ഒരുപക്ഷെ ശിവൻകുട്ടിക്ക് ഇപ്പോഴും സാധ്യതയുണ്ട് നേമത്ത്. പക്ഷേ 50-50 ചാൻസാണ്, എന്തും സംഭവിക്കാം. ഇത് തന്നെയാണ് കഴക്കൂട്ടത്ത് കോൺഗ്രസിൻ്റെ ശരത്ചന്ദ്ര പ്രസാദ് ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്. ഒരുപാട് വോട്ട് പിടിച്ചാൽ ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രൻ CPMന്റെ സ്ഥാനാർത്ഥിക്ക് സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ അവിടെ വി മുരളീധരനാണ്. BJPക്ക് അകത്ത് വി മുരളീധരനെതിരെ ചില നീക്കങ്ങൾ ഉണ്ട് എന്നൊരു കഥ ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ടിരുന്നു. ഒരുപക്ഷെ അതാവാം. നമ്മൾ പക്ഷേ പാലക്കാട് സ്ഥിതി എന്താണ്? പാലക്കാട് അതൊരു കോൺഗ്രസ് ഭൂരിപക്ഷ മണ്ഡലമാണെന്ന് ഈ റെയിൽവേ മാൻ നമ്മുടെ ശ്രീധരൻ സാർ മത്സരിക്കുമ്പോഴാണ് ഈ 4000-നടുത്ത് വന്നത്. അല്ലെങ്കിൽ അതൊരു കോൺഗ്രസ് മണ്ഡലമാണ്, കിട്ടാനേ പോകുന്നില്ല. പാലക്കാട് വിട്ടേരെ നേരെ മഞ്ചേശ്വരത്ത് അവിടെ വരുമ്പോൾ സ്ഥിതി ഇങ്ങനെയാണ്. അവിടെ മുസ്ലിം വോട്ടുകൾ വേഴ്സസ് ഹിന്ദു വോട്ട്സാണ്. അതുകൊണ്ടാണ് പലപ്പോഴും BJP ഹിന്ദു വോട്ടുകൾ 73,000, മുസ്ലിം വോട്ടുകൾ 1,30,000 മറ്റാണ്. അത്രയും വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഹിന്ദു വോട്ടുകൾ മുഴുവൻ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് BJP വിജയത്തിന് അടുത്തേക്ക് എത്തുന്നത്. മുസ്ലിം വോട്ടുകൾ ചെറുതായിട്ട് സ്പ്ലിറ്റായി പോകും. അങ്ങനെയാണ് CPM എപ്പോഴും 3-ാം സ്ഥാനത്ത് വരുന്നത്. ഒരു പ്രാവശ്യം 2-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഇതുപോലെ തന്നെ മുസ്ലിം വോട്ടുകൾ കുറച്ച് കാര്യമായി സ്പ്ലിറ്റാകുന്നെങ്കിൽ ഷാനവാസ് പാദൂർ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ സുരേന്ദ്രന് ഇതിനേക്കാൾ വലിയ സാധ്യത ഉണ്ടായിരുന്നു. ഇനി ഷാനവാസ് പാദൂർ എവിടെയാണ് പോയത്? ഷാനവാസ് പാദൂർ പോയത് കാസർഗോഡത്തെ പുതിയ കണക്ക് വന്നിരിക്കുന്നു. 50,000 വോട്ട് ഷാനവാസ് പാദൂർ പിടിക്കും. അവിടെ വളരെ കൃത്യമായി മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അവിടുത്തെ BJP സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിലേക്ക് വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ചിലപ്പം അശ്വിനി കയറി വരാനുള്ള സാധ്യതയുണ്ട്. എന്താണോ മഞ്ചേശ്വരത്ത് നടക്കാതെ പോയ ഷാനവാസ് പാദൂർ വരാത്തത് കൊണ്ട് നടക്കാതെ പോയത്, അതൊരു പക്ഷേ ചിലപ്പോൾ കാസർഗോഡ് നടന്നിരിക്കാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. 1 ലീഡ് ഷാനവാസ് പാദൂർ മഞ്ചേശ്വരത്ത് പോയി ഇത്രയും വോട്ടൊന്നും പിടിക്കേണ്ടായിരുന്നില്ല. പക്ഷേ കാസർഗോഡ് 1 വോട്ട് പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന മണ്ഡലങ്ങളൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഇതായിരിക്കും. ശരി, BJPയെ സംബന്ധിച്ച് അവർ മുൻപിലേക്ക് വെച്ച മണ്ഡലങ്ങൾക്കകത്ത് ചില പ്രശ്നങ്ങൾ ഇപ്പോൾ അവർ കാണുകയാണ്. പാലക്കാടോ വട്ടിയൂർക്കാവോ അല്ലെങ്കിൽ കഴക്കൂട്ടമോ ഒന്നും ജയിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ആ പാർട്ടി എത്തുകയാണ്. പക്ഷെ നേരത്തെ ജിമ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ അപ്രതീക്ഷിതമായ ചില മണ്ഡലങ്ങൾ ഈ പട്ടികയിലേക്ക് വേഗത്തിൽ കയറി വരാം. അതിൽ പ്രധാനമായ ഒന്നാണ് കാസർഗോഡ്. അവിടെ എന്ത് സംഭവിക്കുന്നുവെന്ന് നാം മുറ്റി നോക്കേണ്ടിയിരിക്കും. സ്വാഗതം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കാണുന്ന ഏറ്റവും ശ്രദ്ധേയമായ സംഗതികളിലൊന്നാണ് PC ജോർജും അദ്ദേഹത്തിൻ്റെ മകനും കത്തോലിക്ക സഭയ്ക്കെതിരെ വലിയ കാർക്കശ്യ വാക്കുകളുമായി രംഗത്ത് വരുന്നത് കാണുന്നത്. ദീപിക ദിനപത്രത്തിനെതിരെയും വലിയ ആക്ഷേപവാചകങ്ങൾ അവർ ചൊരിയുന്നതും കണ്ടു. അതിന് ഇന്നിപ്പോൾ കത്തോലിക്ക സഭയുടെ മത മേലധ്യക്ഷന്മാർ മറുപടി പറയുന്നു. ദീപിക തന്നെയും അതിന് മറുപടി പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കുക വഴി BJPക്ക് മധ്യ കേരളത്തിൽ നിന്ന്, പൂഞ്ഞാറിൽ നിന്ന് അല്ലെങ്കിൽ പാലായിൽ നിന്ന് വിജയം ഉണ്ടാക്കാം എന്ന പ്രതീക്ഷയിലാണല്ലോ PC ജോർജും മകനും മത്സരിക്കുന്നത്. പെട്ടെന്ന് എന്താണ് 9-ാം തീയതി 6 മണി കഴിഞ്ഞപ്പോൾ പ്ലാൻ മാറിയത്, നിലപാട് മാറിയത് എന്നാണ് എല്ലാവരും മുറ്റുതോക്കുക സംഗതി. സത്യത്തിൽ ജിമ്മി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ട് അതിനകത്ത്? ഒറ്റ കാര്യമേ ഉള്ളൂ. FCRA വന്നു. FCRAക്കെതിരെ അതിശക്തമായി
പ്രതികരിച്ചു. ഇത്രയും പ്രതികരിച്ച് കളയും കത്തോലിക്ക ബിഷപ്പ്മാർ, അതിനുള്ള ധൈര്യം ഉണ്ട്, അതിനുള്ള ആംബിയർ ഉണ്ടാവും ഇവർക്ക് എന്ന് മുൻ നിലപാടുകളുടെ മുൻ കാല പശ്ചാത്തലത്തിൽ അവർക്ക് തോന്നിയിരുന്നില്ല. എന്ന് മാത്രമല്ല, ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷ ഡയലോഗ് എന്തായിരുന്നു അതിൻ്റെ പേര്, നർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ പാലാ ബിഷപ്പ് നമ്മളെ ഇത്തവണ തിരിഞ്ഞു കുത്തുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അതിൻ്റെ വലിയൊരു സങ്കടത്തിൽ നിന്ന് പറഞ്ഞതാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പാലാ ബിഷപ്പ് പറഞ്ഞു തന്നെ വിചാരിക്കുക, എങ്കിലും ആ മേഖലയിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണ BJPക്ക് പോകുമായിരുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ അതൊരു വിഷമവും സങ്കടമായിട്ട് കരുതിയാൽ മതി. പക്ഷേ ഇതിനകത്ത് ഇന്നത്തെ RSSൻ്റെ മുഖപത്രം, നമ്മളീ പറയുന്ന BJPയിൽ ഇന്നലെ വന്നു കയറിയ ഷോൺ ജോർജും PC ജോർജും ആണെങ്കിൽ RSSൻ്റെ മുഖപത്രമായ കൈരളി കേസരി പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2% വോട്ടിൻ്റെ പേരിൽ ബ്ലാക്ക് മെയിലിംഗ് വന്നാൽ വിവരം അറിയും. ഈ സംഭാഷണത്തെയാണ് ഗൗരവത്തോടെ കാണേണ്ടത്. അതിനോട് സഭ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയുന്നതാണ് എനിക്ക് ഏറ്റവും ശരി. അല്ല ജിംസ്, ഇതിനകത്ത് ഓപ്പൺ ഫൈറ്റിന് സഭ റെഡിയാവുന്നതാണോ? ഓപ്പൺ ഫൈറ്റിന് റെഡിയാവുന്നുള്ളതല്ല. ഈ FCRA നിയമ ഭേദഗതി ഇത് ഇത്രയും നാളും RSSൻ്റെ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൽ വിശ്വസിച്ചതുപോലെയല്ല. ഇത് സംഭവം കുറച്ച് സീരിയസ് ആണെന്ന് സഭ മനസ്സിലാക്കുന്നുണ്ട്. സഭ എന്നല്ല, ഓരോ രൂപതകളും മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ RSSൻ്റെ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് ഏറ്റവും കൂടുതൽ പിടിച്ച ഒരു അതിരൂപതയായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത. അതിൻ്റെ താളത്തിന് തുള്ളി കാസ പോലുള്ള ഗ്രൂപ്പുകൾ മൗനമായി സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഈ എക്കോ സിസ്റ്റം വളർത്തിയെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണ്. പക്ഷേ FCRA നിയമ ഭേദഗതി വന്നപ്പോൾ ഇത് വെറുതെയല്ല. കാരണം വഖഫ് ബില്ല് വന്നപ്പോൾ എന്താണോ ആ മുസ്ലിം സമുദായത്തിന് സംഭവിച്ചത് അത് തന്നെ തങ്ങൾക്ക് സംഭവിക്കാൻ പോവുകയാണ്. ഇത് വെറുതെ ഉണ്ടാക്കുന്ന നിയമ ഭേദഗതി. കാരണം ഈ രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് FCRA ഭേദഗതി ചെയ്ത് ഇപ്പോൾ ഇവർ ഭയക്കുന്ന ആ ഭേദഗതി, ഇപ്പോൾ ഇന്ന് ഷോൺ ജോർജ് അത് പറയുന്നുണ്ട്, ഇത് കോൺഗ്രസിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് കൊണ്ട് ശരിയാണത്. പക്ഷേ അതിൻ്റെ കുറേ കൂടി എക്സ്പ്ലനേഷനാണ് പുതിയ ഭേദഗതിയിൽ വരുന്നത്. എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലൈസൻസ് റദ്ദായാൽ ഈ സ്ഥാപനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ആര് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള വ്യക്തത. മറ്റത് അതായത് ഭരണഘടനയെ പറ്റി അംബേദ്കർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭരണഘടന ഇറ്റ്സെൽഫ് ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കില്ല, അത് കൈകാര്യം ചെയ്യുന്നതനുസരിച്ചിരിക്കും എന്നുള്ളതാണ്. ഇവിടെ എന്താണ് പ്രശ്നം? നേരത്തെയുള്ള നിയമം തന്നെയാണ്, പക്ഷേ ഇവരുടെ ഇന്റൻഷൻ, BJP സർക്കാർ ഇന്റൻഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. അവിടെ ഇവർ കൊണ്ടുവന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇതെങ്ങനെ നടപ്പാക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ പ്ലാൻ കൊണ്ടുവരികയാണ്. ആ നിയമ ഭേദഗതി അതിനുവേണ്ടിയാണ്. അപ്പോൾ മനസ്സിലായി, ഇത് വെറുതെ ഒരു നടക്കി പോകുന്ന നിയമ ഭേദഗതിയല്ല. ഇത് തങ്ങൾ കൂടി ഇതിൻ്റെ ഇരകളിൽപ്പെട്ടവരാണ്, തീർച്ചയായിട്ടും തങ്ങൾ ആക്രമിക്കപ്പെടും. ഇതൊരു അസ്തിത്വത്തിൻ്റെ പ്രശ്നമാണെന്ന് സഭകൾ മനസ്സിലാക്കുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രശ്നം. അല്ലാതെ കേവലമായ ഒരു വോട്ടിൻ്റെ പേരിൽ അല്ലെങ്കിൽ വോട്ട് ചെയ്തോ ഇല്ലേ, അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യണോ ഇല്ലേ, ഇങ്ങനെയുള്ള ഒരു പ്രശ്നമേ അല്ല. ഇത് അസ്തിത്വ പ്രതിസന്ധിയാണ് സഭകൾ നേരിടുന്നത്. പ്രൊഫസർ, അല്ലെങ്കിൽ തന്നെ എന്താണ് PC ജോർജിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് കളയാമെന്നൊരു തീരുമാനമൊക്കെ കത്തോലിക്ക സഭയോ നേതൃത്വമോ അണികളോ അൽമാരോ ഒക്കെ എടുക്കാൻ സാധ്യത ഉണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ അത് അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരിൽ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ അജിംസ് പറഞ്ഞു തന്നെയാണ്. ഇത് ഏറ്റവും അധികം ഇതുവരെ എന്താ പറയുക, വളരെ വേറെ തരത്തിലുള്ള കളറിൽ നടന്നുകൊണ്ടിരുന്ന ഒരു വ്യാപാരം ഇപ്പോൾ കൃത്യമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംഗതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്ന് ആർക്കെങ്കിലും അതിൽ സംശയമുണ്ടെങ്കിൽ അത് കേസരിയിൽ വന്ന ആ ലേഖനത്തിൽ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. മദർ തെരേസ മുതൽ ദയാഭായി വരെയുള്ളവർ സേവനത്തിന് പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മതപരിവർത്തനമാണ്. അതുപോലെ തന്നെ ആ മതപരിവർത്തനത്തിന് ഞങ്ങൾ പൂട്ടിടും എന്നുള്ള നിലയിലുള്ള ഒരു സംഗതി തന്നെയാണ്, സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ 2% വോട്ടാണോ നിങ്ങൾ ഈ ഞങ്ങളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സാധനം, അത് പൊയ്ക്കോട്ടെ എന്ന് വെക്കും എന്നും വളരെ പച്ചയായി എഴുതി വെച്ചിട്ടുണ്ട്. സഭയും BJPയും തമ്മിലുള്ള ഏക പ്രശ്നം മതപരിവർത്തനമാണ് എന്നുള്ളത് തന്നെയാണ് അതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. മതപരിവർത്തനം ഭരണഘടനാപരമായി തടഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. നിർബന്ധിത മതപരിവർത്തനമാണെങ്കിൽ മാത്രമേ നിയമപരമായിട്ട് അത് പ്രശ്നമാവുന്നുള്ളൂ. അത് നിലനിൽക്കെ ആ നിലയ്ക്ക് അതിനോട് മറുപടി പറയാൻ സഭയ്ക്ക് കഴിയുമെങ്കിൽ അവർക്ക് കൊള്ളാം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. യെസ്, കത്തോലിക്ക സഭയെ സംബന്ധിച്ച് അവർ കാര്യങ്ങൾ ശരിയാവണ്ണം മനസ്സിലാക്കി തുടങ്ങുന്നു എന്ന് തന്നെ കാണണം. കാരണം നോർത്തിൽ എവിടെയെങ്കിലും നടക്കുന്ന ചെറിയ അട്രോസിറ്റീസ് പോലെയല്ല, മറിച്ച് ഇത് ഭരണഘടനാ മൂല്യങ്ങൾക്ക് മേലെ കൂടി ഇറങ്ങി വരികയാണ് BJP എന്ന്. BJP കേരളത്തിലെ 4 വോട്ടിന് വേണ്ടി മാത്രമല്ല, ഇന്ത്യയിൽ ആകമാനമുള്ള ഒരു പദ്ധതിയാണ് അവരെപ്പോഴും നടപ്പിലാക്കുക എന്നത് ശരിയാവണ്ണം മനസ്സിലാക്കുകയും അതിനോട് രാഷ്ട്രീയമായി പ്രതികരിക്കാൻ നിർബന്ധിതമാവുകയും ചെയ്തിരിക്കുന്നു. ആ ഒരു പ്രത്യേകത ഈ ചരിത്ര സന്ധിക്കുണ്ട്. അപ്പോൾ അതിനോടാണ് ഊഞ്ഞാറിലും പാലായിലും കിടന്ന് PC ജോർജും മകനും ഒച്ചവെക്കുന്നത് എന്നതുകൂടിയാണ് കാണേണ്ട കാര്യം. ഫൈനൽ ആർഗ്യുമെന്റിലേക്ക് വീണ്ടും സ്വാഗതം. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസത്തിന് തൊട്ടു തലേന്നാണ് ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുത്ത ആളുകളുടെ നിന്ന് വോട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അത് ആദ്യം വാർത്തയാക്കുകയും അതിന്മേൽ
പ്രതികരണം തേടുകയും എല്ലാം ചെയ്തതിൻ്റെ വിരോധം പല രൂപത്തിൽ ശോഭാ സുരേന്ദ്രനും BJP-ക്കാരും പ്രകടമാക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള ഭീഷണികളുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ട് തന്നെ ഉണ്ടായിരിക്കുകയാണ് ആ മാധ്യമപ്രവർത്തനെ BJP അല്ലെങ്കിൽ RSSകാർ പല വിധത്തിൽ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പോലീസ് DGP തന്നെ നേരിട്ട് പാലക്കാട് SP-ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ്റെ കലി അടങ്ങുന്നില്ല ഒരു വാർത്തയുടെ പേരിൽ. അത്രയും ഡാമേജ് ഉണ്ടാക്കിയിട്ട് അവർ മനസ്സിലാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആവാം. അത് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വെറും കലി എന്നുള്ളതിന് ഉപരി അവർക്ക് മേൽ വന്നിരിക്കുന്ന ഒരു കറയാണ്. അവർക്ക് ഇതോടുകൂടി അവസാനിക്കുന്നില്ലല്ലോ രാഷ്ട്രീയം. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഒരു പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് സാധ്യമായ വഴികൾ അവർ നോക്കുന്നുണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം നമുക്ക് അതൊരു ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു ഇപ്പോൾ സാജിദിനെതിരെ ഒരു ഫിസിക്കലായിട്ടുള്ള അറ്റാക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവണമെന്നില്ല. എന്തും ആവാം. നമ്മളല്ലല്ലോ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്, അവരാണല്ലോ. അപ്പോൾ എന്തും ആവാനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് DGP-ക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കത്തയക്കുന്നതും അതിന് പ്രകാരം ഇപ്പോൾ DGP നിർദ്ദേശം കൊടുത്തിരിക്കുന്നതും അങ്ങനെയാണ്. ഞാൻ പറയുന്നത് ഇത് സാജിദ് എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ റിപ്പോർട്ടർ എന്ന നിലയിലല്ല ഞാൻ കാണുന്നത്. ഞാൻ വിചാരിക്കുന്നത് ആരായാലും അത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇക്കാലത്ത് അത്യാവശ്യമാണ്. അത് ഇനി മേലാൽ അങ്ങനെയുള്ള സംഗതികൾ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ വളരെ അത്യാവശ്യമാണെന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. അത് സാജിദിനെ സാധിച്ചതിൽ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഈ എന്താണ് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് എവിടെ പോയാലും ഒറ്റയ്ക്ക് മത്സരിച്ച് വോട്ട് കൂട്ടുന്ന BJP-യിലെ ഏറ്റവും സ്റ്റാർ സ്ഥാനാർത്ഥി എന്ന് വിചാരിച്ചിരിക്കവേ അങ്ങനല്ല. പൈസ കൊടുത്തുകൂടിയാണ് ശോഭ വോട്ടുണ്ടാക്കുന്നത് എന്ന ഒരു അപഖ്യാതി വരുന്നത് അവർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു സംഗതി ആയിരിക്കില്ല. സോ ഇത് ഉണ്ടാക്കിയ ആളെ ടാർണിഷ് ചെയ്യുക അല്ലെങ്കിൽ ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറയുന്ന സംഗതിയിലേക്കായിരിക്കും അവരടുത്ത സ്റ്റെപ്പ് ചെയ്യുക. അങ്ങനെയാണോ നമ്മൾ അതിനെ കാണേണ്ടത്? അതാണ് അവർ പ്രവർത്തിക്കുന്ന വികാരം. എനിക്ക് അത്ഭുതമാണ്. ഒരു നുണ നിങ്ങൾ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പറയും. അത് കഴിഞ്ഞാൽ നുണ അവർ സ്വയം വിശ്വസിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇത് മീഡിയ വണ്ണാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ ശോഭാ സുരേന്ദ്രൻ നല്ല വൃത്തിയായിട്ട് അറിയാം. ഇത് അങ്ങനെയല്ല. ശോഭാ സുരേന്ദ്രനാണ് പൈസ കൊടുത്തത്, പോയി ഷൂട്ട് ചെയ്തത് കോൺഗ്രസ്സുകാരാണ്. ഇത് കൃത്യമായി അങ്ങനെ ഒരു നീക്കം നടക്കുന്നവരും നമ്മുടെ റിപ്പോർട്ടോടൊപ്പം ഇത് കിട്ടുന്നു. അധികം താമസിയാതെ ബാക്കിയുള്ളവരെടുക്കുന്നു. അന്ന് എല്ലാവരുടെയും പ്രധാനപ്പെട്ട വാർത്തയാണ്. പിറ്റേ ദിവസം പത്രങ്ങളുടെ വലിയ വാർത്തയാണ്. അങ്ങനെ ഇരിക്കെ അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് BJP-യുടെ സ്ഥാനാർത്ഥി, അപ്പോൾ പിന്നെ മീഡിയ വണ്ണിന് ഇതെന്താണ് കാര്യം? ആദ്യം പറഞ്ഞത് UDF സ്ഥാനാർത്ഥിയുടെ കയ്യിലുള്ള പല വിവരങ്ങൾ എൻ്റെ ഉണ്ട്, അപ്പം മാധ്യമപ്രവർത്തനം അതും കൈ വെച്ചാൽ മതി, നിങ്ങൾ ഈ കാര്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത നമ്പർ ഇറക്കി. എന്നിട്ട് പറഞ്ഞു ആലപ്പുഴയിലെ ഒരു കൊലപാതകത്തിന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞ് ഈ ചതുരവടവിൽ കട്ടപ്പെട്ടെന്ന് ഇങ്ങനെ പറയില്ലേ, അങ്ങനെ വർത്താനം പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചതാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ആ നുണ സ്വയം വിശ്വസിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ തിരിച്ചു വരണം, ബോധത്തിലേക്ക് തിരിച്ചു വരണം. അങ്ങനെയല്ല, നിങ്ങളുടെ ഒരു നുണ പറഞ്ഞാണെന്ന് നിങ്ങൾ മറന്നുപോയി, ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ല അജിം സാർ, ഇത് പിന്നെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അവർക്ക് സത്യം പറഞ്ഞാൽ ഒരു സെൽഫ്. അത് ജിമ്മി പറഞ്ഞതുപോലെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ശോഭാ സുരേന്ദ്രനോട് പൈസ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് എങ്ങനെ കോൺഗ്രസ്സുകാർ പറഞ്ഞത്? കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ കൃത്യ സ്പോട്ടിൽ ഇതാ ശോഭാ സുരേന്ദ്രൻ പണം കൊടുക്കാൻ പോകുന്ന ഇന്റലിജൻസ് വരും കിട്ടും ഒന്നുമല്ല. ശോഭയുടെ ഗ്യാങ്ങിൽ നിന്ന് ചോർത്തി കൊടുത്താണ്. അത് പാലക്കാട്ടെ BJP-കാരാണ് ചോർത്തി കൊടുത്താണ് കോൺഗ്രസ്സുകാർക്ക്. അല്ലാതെ കൃത്യമായിട്ടൊന്നും അറിയാൻ പറ്റില്ല. ഒന്ന്. രണ്ട്, ഇത് വലിയ തോതിൽ ശോഭയുടെ സാധ്യതകളില്ലാതെ കളഞ്ഞു. ശോഭയ്ക്ക് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു, വോട്ടിലില്ലാതെ കളഞ്ഞു. അവരത് തിരിച്ചടി മനസ്സിലാക്കി. തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസമാണ്. അപ്പോൾ പെട്ടെന്ന് അവർക്കുള്ള ഒരു സോഫ്റ്റ് ടാർഗറ്റാണ് മീഡിയ വൺ. കാരണം വെച്ചാൽ മീഡിയ വൺ BJP-യെ എതിർക്കുന്ന അല്ലെങ്കിൽ ഫാഷിസ്റ്റ് വിരുദ്ധ സമീപനമുള്ള ഒരു ചാനലാണ്. അപ്പോൾ നമ്മുടെ ശത്രുക്കളാണ് ഇതിൻ്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നമുക്ക് അടിച്ചു നോക്കാം എന്നുള്ളതാണ്. അങ്ങനെ അടിച്ചിട്ട് ആരെങ്കിലും വിശ്വസിക്കും? ഇല്ല. കാരണം ഇത് ചോർന്നത് ശോഭയുടെ ഗ്യാങ്ങിൽ നിന്ന് തന്നെയാണ്. ശോഭയ്ക്ക് നന്നായിട്ട് അറിയാം. അതിന് തെളിവാണ് പിറ്റേ ദിവസം അവർക്കെതിരെ എന്തെല്ലാം വെളിപ്പെടുത്തൽ വന്നത്. ആലപ്പുഴയിൽ നിന്ന് അവർക്കെതിരെ ആളുകൾ വരുന്നു. അപ്പോൾ ഇത് കോൺഗ്രസ്സുകാർക്ക് ചോർത്തി കൊടുത്ത് ഉറപ്പായിട്ടും BJP തന്നെയാണ്. കോൺഗ്രസ്സുകാർ അത് ഉപയോഗപ്പെടുത്തി, നല്ല വൃത്തിയായിട്ട് ഉപയോഗപ്പെടുത്തി. അതിൽ മീഡിയ വൺ അവർ ഉപയോഗിച്ചു. അതാണ് സംഭവിച്ചത്. അതല്ലാതെ നമ്മൾ പോയി ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്ത് സാധ്യത കൊണ്ടുവന്ന സാധനമൊന്നും അല്ലല്ലോ ഇത്. ഇതങ്ങനെ തന്നെ സംഭവിച്ചതാണ്. അങ്ങനെ തന്നെ അംഗീകരിക്കണം. അപ്പോൾ ഇതിലൊരു സോഫ്റ്റ് ടാർഗറ്റാണ് മീഡിയ വണ്ണും സാധ്യത എന്നുള്ളതാണ് അവരടുത്ത് ഉപയോഗിക്കുന്നത്. പ്രശ്നം അവിടെയല്ല. ശോഭ മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ട് ശോഭ ജയിക്കുന്നില്ല എന്നുള്ളതല്ല, എന്തുകൊണ്ട് ശോഭ തോൽക്കുന്നു എന്നുള്ള പാഠം അവർ പഠിക്കണം. കാരണം അവർക്ക് വോട്ട് പുള്ളിയാനുള്ള കഴിവുണ്ട്, ആളുകൾ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. ഒരുപക്ഷെ BJP-യിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെനിട്രേറ്റിംഗ് പവറുള്ളൊരു ലീഡറാണ് അവർ. എന്നിട്ടും എന്തുകൊണ്ട് തോക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് അത്രമാത്രം ശത്രുക്കൾ ആ പാർട്ടിയിലുണ്ട് എന്ന് അവർ തിരിച്ചറിയണം. ആ ശത്രുക്കളെ എലിമിനേറ്റ് ചെയ്യണം. അല്ലാതെ അവർക്ക് ആ പാർട്ടിയിൽ രക്ഷയില്ല എന്നാണ് അവർ തിരിച്ചറിയേണ്ടത്. ശരി, പുറത്തുള്ള ശത്രുക്കളെ തേടി അലയുന്നതിന് മുൻപ് തന്നെ അകത്തുള്ള ശത്രുക്കളെ തിരിച്ചറിയാൻ, അത് പരിഹരിക്കാൻ ശോഭ ശ്രമിക്കട്ടെ. അങ്ങനെ ഒരു BJP നേതാവ് ശ്രമിച്ചത് ശോഭ മാത്രമായിരിക്കില്ല. ആഭ്യന്തര ശൈഥില്യങ്ങളൊരു മഹാകൂടാരമാണ് ആ പാർട്ടി. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിൻ്റെ രോഷം കൂടി ഒരുപക്ഷെ ഇതിനെല്ലാം പിന്നിൽ ഉണ്ടാവുമെന്നും വിചാരിക്കണം.